കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നാക്കിൽ പുള്ളിയുള്ളവർ പറഞ്ഞാൽ സത്യമാകുമോ? കമൻ്റാണ്. ആകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാക്കിൽ പുള്ളിയുള്ളവർ, നാക്ക് എന്ന വിഷയത്തിൽ പുള്ളിയുള്ളവർ, പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ? കരിനാക്കല്ലേ? പറഞ്ഞാൽ സത്യമോ? അയ്യോ, കരിഞ്ഞു പോവും, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? സ്ത്രീകൾക്ക് ഇടത്ത് ഭാഗത്തെ നാക്കിൽ കരിയും, പുരുഷന്മാർക്ക് വലത് നാക്കിലെ കരിയും. കറുത്ത പാടുണ്ടായാൽ അവരെന്തുന്നോ എന്ത് മാനസികമായിട്ട് പറയുന്നോ അത് അച്ചട്ടായിട്ട് ഫലിച്ചിരിക്കുക എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അനുഭവമാണ് ഗുരു, അല്ലേ? അനുഭവം പറയുന്ന വിശ്വസിക്കുന്നവർക്ക് മാത്രം വിശ്വസിക്കാം, അല്ലാത്തവർക്ക് ഇതൊക്കെ തള്ളിക്കളയാം. ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെയാണ്. എന്നിലും അറിവുകേടുണ്ട്, ഒരുപാട് അറിവുകേടുണ്ട്, ഒത്തിരി ഉണ്ട്. ഒക്കെ അങ്ങ് താഴ്ന്ന മട്ടിൽ, താഴേത്തറയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. താഴ്ന്ന മട്ടില്ല. എനിക്കുള്ള അറിയാവുന്ന യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് നിങ്ങൾ പ്രേക്ഷകരോട് ക്ഷമിക്കണം എന്നോട് ഞാൻ പറയാം. ഉള്ളത് ഇങ്ങനെ വാഗ്ധോരണിയായിട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുകയാണ്, അല്ലേ? അതിനെങ്കിലും ഭഗവാൻ കഴിവ് തരട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥനയുണ്ട്. അങ്ങനെയുള്ളൊരു നാക്ക്, കരിനാക്കെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുക? നിങ്ങളുടെ നാട്ടിലൊക്കെ തൃശ്ശൂർ, എറണാകുളം, നിങ്ങളുടെയൊക്കെ വീട് എവിടെ? തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, കോട്ടയം, കാസർഗോഡ്, അല്ലേ? ഒക്കെ ആയിരിക്കാം. അവിടെയൊക്കെ വേറെ ഭാഷയായിരിക്കാം പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കരിനാക്കെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ അവരൊരു കറി നോക്കിയിട്ട്, നല്ലൊരു കറി വെക്കുവാണെങ്കിൽ ചുമ്മാ നോക്കിയിട്ട് പറഞ്ഞാൽ, ചുമ്മാ ഒരു കൊച്ചുകുട്ടി ഇച്ചിരി കളർ വെക്കുമോ, ഇച്ചിരി വണ്ണം വെക്കുമോ, അയ്യോ നീ അങ്ങ് ചുമന്ന് തൊടുത്തല്ലോ എന്ന് പറഞ്ഞാൽ മതി. സെക്കൻഡുകൾക്കുള്ളിൽ വളർച്ച വരെ പുരടിച്ചു. ഒന്നും വേണ്ട, നല്ലൊരു തേങ്ങാക്കൊല കണ്ടാൽ മതിയല്ലോ. നല്ലൊരു തേങ്ങാക്കൊല ഇങ്ങനെ നോക്കിയിട്ട്, ഇനിയിപ്പോൾ എൻ്റെ പറമ്പിലാണ് നിൽക്കുന്നെങ്കിൽ, എൻ്റെ ഭൂമിയിലാണ് നിൽക്കുന്നെങ്കിൽ, ഓ സാറേ, കലേഷ് കുമാറേ, നല്ല കൊലയാണേന്നൊന്ന് പറഞ്ഞാൽ മതി. സെക്കൻഡ് വേണ്ട, കിടകിടാന്ന് പറഞ്ഞിട്ട് താഴോട്ട് കൂടും. പണ്ട് നമ്മുടെ കാഥികൻ പറഞ്ഞ പോലെ ഏകപട ത്രിപട ധൃതി പഞ്ചപട ഡഡ്ഡ അടപട ഡഗുണൻ ഡിഗുണൻ ഡഡ്ഡാടഗ്ലും എന്ന് പറഞ്ഞ പോലെ ഓരോന്ന് വീണു, അടുത്തത് വീണു, എല്ലാം കൂടെ മറിഞ്ഞടിച്ച് താഴെ വീണു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം സത്യമാണ്. കരുതാക്കെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 100% സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് കരുതാക്കുള്ളവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അതുകൊണ്ട് ഏലസൊക്കെ എഴുതി കിട്ടുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള കരുതാക്ക്, ദൃഷ്ടിദോഷം ഇതൊന്നും പതിയാതിരിക്കുകയാണ് നമ്മൾ ഏലസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.